സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ, ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പം എന്താ? പുനഃപരിശോധനയാണ്. പുനഃപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? 7 കാര്യങ്ങൾ തീരുമാനിക്കണം. അത് തീരുമാനിച്ചാലേ മറ്റേക്ക് വരുള്ളൂ. അത് 7 കാര്യങ്ങൾ അറിയിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റ് 7. ഇപ്പൊ ഇതില് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഞാൻ ചോദിക്കുക, ഈ ആർട്ടിക്കിൾ 25-26 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് ഇന്റർപ്ലേ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരെ സ്വിച്ചിട്ടോ എസ്നോ എന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗവുമായിട്ടൊക്കെ ആലോചിക്കേണ്ടി വരും. 2, വാട്ട് ഈസ് സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി? ഇത് ഒരു പത്രസമ്മേളനത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ. ഇത് ടെക്നിക്കൽ സുപ്രീം കോടതിയുടെ അല്ല, ഞാൻ വ്യക്തമാക്കിയത് എന്താ? സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത്? ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ആ കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ പൊസിഷനാണോ? ഏത് തീരുമാനമാകുമായിരുന്നു? അല്ലല്ല, ഓരോന്നാകട്ടെ. എന്ത് തീരുമാനമാകാമായിരുന്നു? നിങ്ങൾ കാണേണ്ടത് അത് സുപ്രീം കോടതിയുടെ മുൻപിൽ നമ്മൾ കൊടുത്തതാണല്ലോ. സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് പറയുകയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിധി അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ അഫിഡാവിറ്റ് നിൽക്കുമെന്ന് പറയാൻ സാമാന്യ നിയമത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഒരാൾക്ക് പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് വ്യക്തത വരുത്തുണ്ട്. ഓരോന്ന് ഏറ്റെടുക്കാം. നമുക്ക് നമ്മുടെ ഒരു ആവശ്യം സുപ്രീം കോടതി വെച്ചല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചില്ല, നിങ്ങളവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, ഇപ്പൊ പരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി തന്നെ എന്ത് പറഞ്ഞു? ഇത് തിരുത്തണോ ഇല്ലയെന്നോ ഇപ്പം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. നമ്മളെന്തിനാ നിങ്ങൾ ഇത്തിരി സുവർണാവസരം വല്ലതും കിട്ടുമെന്ന് ചാരത്ത് എടുക്കപ്പെടണ്ട. ഇത് സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനത്തിൻ്റെ അതിവിപുലമായൊരു സാധ്യത സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നു. അത് ഞാൻ മുഴുവനാക്കട്ടെ എന്ന് കൊടുക്കണ്ടല്ലോ. ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ. ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? ഞാൻ വായിച്ചില്ലേ. അത് വച്ചിട്ട് ഞങ്ങൾ നല്ല പരിശോധന നടത്തും, ചർച്ച നടത്തും. ഞങ്ങൾ എപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് വളരെ കൃത്യമല്ലേ. നിങ്ങൾ ആ ഭാഗം 4ാമത്തെ പാരഗ്രാഫ് അന്ന് ഈ വിവാദങ്ങൾ വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും മറച്ചു വെച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം. ഏതിലാ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് നമ്മൾ കാണേണ്ടത് വനിതാ മതിലിന്റെ മുകളിൽക്കൂടെയാണ് ആളെ കൊണ്ടു, അല്ലല്ലോ. ഇവിടെ കാണേണ്ടത് സുപ്രീം കോടതി എല്ലാം കേട്ടിട്ട് വിധി പ്രഖ്യാപിച്ചു. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് 7 പ്രശ്നങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. അതിനുശേഷമാണ് ഇത് പറഞ്ഞല്ലോ, the review petition were adjourned till the determination of the questions by a larger bench. അതിവിശാലമായൊരു ബെഞ്ച്. ഇപ്പൊ ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ഇവര് വിധി വരികയാണ്. നമ്മളെല്ലാം പറയുന്നു PIL സാധാരണ പൊതു താല്പര്യ ഹർജിയുടെ ലോക്കൽ സ്റ്റാൻഡിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കേസ് തന്നെ നിന്നിൽ പോവോ?
ഈ കൊടുത്ത കേസ് നമ്മൾ ഗവൺമെൻറ് കൊടുത്ത കേസല്ലല്ലോ. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ആ കേസ് നിൽക്കുമോ? അതല്ല, നമുക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിനകത്ത് കോടതിക്ക് ഇടപെടാൻ അവകാശമില്ല എന്നാണ് നിലപാടെങ്കിൽ പിന്നെ തീർന്നില്ലേ? അത് ആണ് എന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിലപാട് എടുക്കണ്ടേ? അപ്പോൾ ഇത് നല്ല അവധാനതയോടുകൂടി പരിശോധിച്ച് ശരിയായ രൂപത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക ഘട്ടത്തിൽ അത് ഗവൺമെൻറ് കൊടുക്കും. അല്ല, ഇതിൽ അതിനൊന്നും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഇത് കോടതി നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്നത് 7 പ്രശ്നങ്ങളിലല്ലേ. അത് ഞങ്ങൾ നന്നായി ചർച്ച ചെയ്യും. ഈ വരുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടല്ലോ. ആ അഭിപ്രായം നിങ്ങൾ എന്താ പറയാത്ത? ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്താ? അത് വിധി വന്നോണ്ടല്ലേന്ന്. ഞാൻ നിങ്ങളോട് ഏഷ്യാനെറ്റും നിലപാട് സ്വീകരിക്കുന്നു. നാളെ സുപ്രീം കോടതി നിങ്ങൾ സംപ്രേഷണം ചെയ്യണ്ട, അത് ആ വഴിക്ക് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഞങ്ങളുടെ പഴയ നിലപാടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. അല്ല, സുപ്രീം കോടതി വിധി അപ്രസക്തമായത് ആരാ പ്രസക്തമാക്കിയേ? ഞങ്ങൾ പിന്തുണച്ചോടാണോ സുപ്രീം കോടതി വിധി വന്നതോടെയാണോ? സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡ് അല്ലേ. നിങ്ങൾ കാണേണ്ടത് എന്താ? ഞങ്ങൾ പോയിട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കുകയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, അല്ലല്ലോ. ഇതൊരു സംഘടന പോയി സുപ്രീം കോടതി പോകുന്നു. ആ സംഘടന പോയപ്പോൾ ഒരു വിധി വരുന്നു. അത് ഞങ്ങളുടെ അഫിഡാവിറ്റ് വളരെ വ്യക്തമായി തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തു. അതൊന്നും പരിഗണിക്കാതെ തന്നെ നിലപാട് സ്വീകരിച്ചു. നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലെ വിധിച്ച് ഞങ്ങളാ ഗവൺമെൻറ് ഉത്തരവല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുഴുവനാക്കട്ടെ, നിങ്ങൾ അസ്വസ്ഥമാകണ്ടെന്ന്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. സുപ്രീം കോടതി ഉത്തരവ് വന്നു. ഉത്തരവ് വന്നപ്പോൾ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, BJP സ്വാഗതം ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞൊരു സുവർണാവസരം വീണ് കിട്ടുന്നു എന്ന് വന്നപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ NSS തുടക്കം മുതൽ ഒരു സ്റ്റാൻഡായിരുന്നു. കോൺഗ്രസും BJPയും ഈ വിധിയെ പിന്തുണച്ച ഘട്ടത്തിലും NSSൻ്റെ സ്റ്റാൻഡ് വ്യത്യസ്തമായിരുന്നു. അത് നമ്മൾ കാണണം. ഇവർ പിന്നെ മലക്കം പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിലപാട് വരുമ്പോൾ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബാധ്യത തീർന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ കടുംപിടുത്തക്കാരാണ്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്ന വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യുമ്പോഴും ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാടെന്താ? റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ റിവ്യൂ വരട്ടെ.